മലപ്പുറം വളാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരി അടക്കം 6 പേർക്ക് പരിക്ക്. വളാഞ്ചേരി കരേക്കാട് CK പാറയിലും കഞ്ഞിപ്പുരയിലുമാണ് ഇന്ന് രാവിലെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, കുഞ്ഞിനടക്കം പരിക്കേറ്റവരുടെ എന്താണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്? സ്മൃതി, വളാഞ്ചേരിയിൽ രണ്ടിടങ്ങളിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇന്ന് 6 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. വളാഞ്ചേരി CK പാറ കരേക്കോടും അതുപോലെ തന്നെ കഞ്ഞിപ്പുര ഭാഗത്തുമാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ കഞ്ഞിപ്പുര ഭാഗത്ത് കാട്ടുപന്നി ഇത്തരത്തിൽ 4 വയസ്സുകാരിയുടെ പിറകിലൂടെ വന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റവർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കരേക്കാട് CK പാറയിൽ 5 പേർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റത്. CK പാറയിൽ ഒരാളെ ആക്രമിക്കുന്നതിനിടയിൽ ഈ ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബാക്കി 5 പേർക്ക് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ പതിവായി കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നുള്ളതാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രാത്രി കാലങ്ങളിൽ കൃഷി നശിപ്പിക്കുന്നത് കാട്ടുപന്നിയുടെ ഇത്തരത്തിൽ സജീവമായി പതിവായി ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ പകൽ സമയങ്ങളിൽ ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത് നാട്ടുകാർക്കിടയിലും വലിയുള്ള ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു 4 വയസ്സുകാരിയുടെ പിറകുവശത്തു കൂടി വന്നാണ് കാട്ടുപന്നി ഇത്തരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്, ഓടിമറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പന്നിയെ നിലവിൽ പിടികൂടാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രിയിലാണ് ഈ ഒരു 6 പേരും ചികിത്സയിൽ തുടരുന്നത്. ഈ ഒരു 4 വയസ്സുകാരുടെ പുറകുവശത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ ഗൗരവത്തോടു കൂടി തന്നെ ഈ ചികിത്സ കാണുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം വളരെ ഗുരുതരമായി ഉണ്ടെന്ന ഒരു പരാതിക്കിടെയാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. സ്മൃതി.